നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് പച്ചക്ക് പറയുന്നത് ദുബായിലിരുന്നുകൊണ്ടാണ്. ഇന്ന് കാലത്തെ തന്നെ ഇവിടുത്തെ എല്ലാ ദിനപത്രങ്ങളിലും ഫേസ്ബുക്കിലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ ക്രിസ്മസിന് ഒരു പച്ചക്ക് പറയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 1979 മുതലുള്ള ഒരു ദുബായ് പ്രവാസിയാണ്. കാരണം ദുബായ് അല്ലെങ്കിൽ ഗൾഫ് എൻ്റെ പോറ്റമ്മയാണ്. 79 തൊട്ട് 89, 99, 2010-15 വരെയൊക്കെ സൗദി അറേബ്യയിൽ നമുക്ക് മാതാവിൻ്റെ ഒരു പടമോ മറ്റ് മതഗ്രന്ഥങ്ങളോ ശ്രീരാമൻ്റെയോ ഹനുമാൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ഒന്നും ഫോട്ടോ മറ്റൊന്നും നമുക്ക് സൗദി അറേബ്യയിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്ന് സൗദി രാജകുമാരൻ, സൗദി റൂളർ, സൗദി കിങ് ഓഫ് സൗദി അറേബ്യ, സൗദിയിലെ രാജാവ് ഇന്ന് അവിടെ ക്രിസ്മസ് തോരണങ്ങളും ക്രിസ്മസ് ട്രീയും ഒക്കെ വിൽക്കുന്ന കടയിൽ അവരുമായി മെറി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് സംവാദിക്കുന്നതും അവരുമായിട്ട് വിഷ് ചെയ്യുന്നതൊക്കെ കണ്ട് വളരെ സന്തോഷമായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെയധികം പൈതൃകവും സാംസ്കാരികതയൊക്കെ പറയുന്ന ഇന്ത്യയിൽ മതം പറഞ്ഞ് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതം പറഞ്ഞ് നമ്മൾ ഭയങ്കര ഇടിയിലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് വലിയ സങ്കടമാണ്. ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ പോലും എപ്പോൾ നോക്കിയാലും ഇടിയും ബഹളമാണ്. എന്നാൽ നമ്മുടെ സൗദി അറേബ്യയിൽ പോലും ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു, മതസൗഹൃദം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യത്തിൽ ഇന്ത്യയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ശരിക്കും നടക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് സംഭവിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം മതത്തിനേക്കാട്ടിലും വലിയ പ്രശ്നമാണ് രാഷ്ട്രീയ ചേരിതിരിവുകൾ, രാഷ്ട്രീയ വേർതിരിവ്. മതത്തിലുമെല്ലാം കൈയിട്ട് വാരി വലിയ പ്രശ്നത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും പറയുന്നുണ്ട് ഞാനൊരു ഇടതുപക്ഷ മുന്നണിയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവരെ ഒന്നും തിരുത്താൻ ഞാൻ ആളല്ല. കമ്മ്യൂണിസ്റ്റിൽ ഇത്തിരി പ്രതീക്ഷയുള്ളതുകൊണ്ടും അവർ പറയുന്നത് ചെയ്യാതെ വരുമ്പോഴും കമ്മ്യൂണിസ്റ്റും ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും, പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ഒടുക്കത്തെ കളവും കൊലപാതകവും കണ്ടതുകൊണ്ടാണ് ഞാൻ അവരെ കൂടുതൽ വിമർശിക്കുന്നത്. പിന്നെ ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ച് കൂടുതൽ വിമർശിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, അതായത് നമ്മുടെ കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിന് അതീതമായി നമ്മുടെ നാട്ടിൽ പോക്കിരിത്തരം ആര് ചെയ്താലും, ഇപ്പോൾ ഇന്നലെ തന്നെ ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് RSSകാരാണ് ആ ഇടി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ RSSകാരായാലും BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും ആര് ഇവിടെ ഇടിയുണ്ടാക്കിയാലും നമുക്ക് അതൊരു വിഷയം തന്നെയാണ്. മനസ്സിലാവണ്ട? അതാര് ചെയ്താലും പെരുവഴിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക. മനസ്സിലാവണ്ട? പെരുവഴി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് അതിൻ്റെ അകത്ത് RSSകാരനാണോ BJP ആണോ എന്ന് ഞാൻ നോക്കാറില്ല. ഇപ്പോൾ കിറ്റക്സ് കിഴക്കമ്പലത്ത് അടി നടന്നു, പൊരിഞ്ഞടി, അത് ഗുണ്ടായിസമല്ലേ? അത് ആര് ചെയ്തു എന്നുള്ള പിന്നത്തെ കാര്യമാണ്. ആര് ചെയ്താലും തെരുവിൽ ഗുണ്ടായിസം കാണിക്കുന്നത് തെറ്റാണ്. പിന്നെ ഞാൻ ഷെയർ ചെയ്ത പോസ്റ്റിൽ ഒരുത്തനെ എഴുതിയിട്ടുണ്ട് RSSകാരനാണ്, അതാണ്. എൻ്റെ വിഷയം എപ്പോഴും RSS തല്ലിയാലും BJP തല്ലിയാലും
CPI-യോ CPM-ഓ UDF-ഓ മുസ്ലിം ലീഗോ ആര് തെരുവിൽ തല്ലിയാലും നമ്മളെ സംബന്ധിച്ച് തെരുവിലെ ഗുണ്ടായിസം, രാഷ്ട്രീയ അക്രമം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ആരെന്ത് പറഞ്ഞാലും ശരി, ഒരു തരത്തിലും നമ്മളത് അംഗീകരിക്കില്ല. പോടാ പുല്ലേന്ന് തന്നെ പറയും. അതുകൊണ്ട് എന്നെ ഒരു രാഷ്ട്രീയ ചായ്വ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തളച്ചിട്ടുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അന്തം കമ്മികളും കുറച്ച് സുഡാപ്പികളും ചില സഹോദരന്മാരൊക്കെ കൂടി നമ്മളെ അങ്ങോട്ട് ജാതിപരമായിട്ടും കക്ഷിരാഷ്ട്രീയമായിട്ടും, ഞാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ എവനായാലും, BJP-യിലായാലും LDF-യിലായാലും UDF-യിലായാലും ഉദ്യോഗസ്ഥരായാലും ആരായാലും ഇതിൻ്റെ അകത്ത് തെറ്റെന്ന് പറയണവരെ നമ്മൾ ശരിക്കും വിമർശിക്കാറുണ്ട്. അങ്ങനെ വിമർശിക്കുമ്പോൾ എനിക്ക് എതിരെ പറയുന്നവരോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, എനിക്കതൊന്നും വില പോവില്ല. എന്നെ സംബന്ധിച്ച് തലമുറ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. തലമുറയെ വെള്ളം കുടിച്ച് ജീവിക്കാൻ റോട്ടിൽ കൂടി ഇറങ്ങുമ്പോൾ ആരെയും ഭയപ്പെടാതെ നടക്കുന്ന ഒരു ജനാധിപത്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് എന്നെ സംബന്ധിച്ച് പിണറായി ആയാലും ഉമ്മൻചാണ്ടി ആയാലും രമേശ് ചെന്നിത്തല ആയാലും നമ്മുടെ നരേന്ദ്രമോദി ആയാലും പോക്രിത്തരം ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അത് സൗകര്യമുള്ളവർ വിശ്വസിച്ചാൽ മതി. പിന്നെ ചിലർ പറയണേ ഞാൻ MLA ആവാൻ വന്നിരിക്കുവാണ്, മേയറാവാൻ വന്നിരിക്കുവാണ്, ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ ഈ കമ്മ്യൂണിസത്തിനെ ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസം നല്ലത് ചെയ്താൽ ഞാൻ നല്ലതാണെന്ന് പറയാറുണ്ട്. അതാരും കാണാറില്ലേ അന്തം കമ്മികളെ? അപ്പോൾ അതൊന്നും കാര്യമില്ല. അല്ലാണ്ട് തീവ്രത കുറഞ്ഞ പീഡനം ലോകത്ത് വല്ലവരും കേട്ടിട്ടുണ്ടോ? അതായത് ഒലക്ക കൊടുത്താൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒലക്ക ഒടിക്കാതെ അങ്ങനെ തന്നെ മുണുങ്ങും, വിശ്വസിക്കും. നേതാവ് തന്നെ ഒലക്ക കരിമ്പാണെന്ന് പറഞ്ഞ് ചവക്കുന്ന അത്തരം കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള എന്നോട് വിരോധം. അതായത് അതേ സ്ഥാനത്ത് ശരിയായ കമ്മ്യൂണിസത്തെ വിശ്വസിക്കുന്ന, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ബീഡിയുണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കാൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കണ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്നെ കൂടിയാണ്. അതേ സ്ഥാനത്ത് DYFI എന്ന് പറഞ്ഞും SFI എന്ന് പറഞ്ഞും പാടം നികത്തിയും സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും കോടിയേരിയുടെ മക്കൾക്ക് ദുബായിലും വേണ്ടടുത്തൊക്കെ ജോലി മേടിച്ചു കൊടുത്തിട്ട് ഒന്നും മിണ്ടാണ്ട് കണ്ണുപൊട്ടനെ പോലെ ബുദ്ധിയില്ലാത്തവനെ പോലെ ഇരിക്കുന്ന അത്തരം രാഷ്ട്രീയക്കാർക്കുള്ള എന്നോട് ദേഷ്യം. കോൺഗ്രസിൽ ഒരു പ്രതീക്ഷയില്ല. കാരണം അതിൻ്റെ അകത്തും കാശുണ്ടാക്കാൻ കുറേ നേതാക്കന്മാരും കുറേ കിളവന്മാരും, നാളെ ചാവൂ എന്ന് പറഞ്ഞവനും മേയറാവാനും നാളെ ചാവൂ എന്ന് പറഞ്ഞവനും മുഖ്യമന്ത്രി ആവാനും കുറേ കിളവന്മാരാണ് യൂത്ത് കോൺഗ്രസിനെ പോലും കൊണ്ടു നടക്കണം. ആദ്യം ഒരു പ്രായവും നിയമമൊക്കെ തീരുമാനിക്കുക. പിന്നെ യൂത്ത് കോൺഗ്രസിന് എത്ര പ്രസിഡൻ്റ് ഉണ്ട് അവിടെ? അപ്പം ഞാൻ ഈ ക്രിസ്മസിന് ഒരു പുതിയ മതസൗഹൃദം, ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിമൊക്കെ മാറി രാഷ്ട്രീയത്തിലുള്ള ആ വിദ്വേഷങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് പുതിയ ചെറുപ്പക്കാർക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റണം. എടാ അന്തം കമ്മികളെ, സുഡാപ്പികളെ, കമ്മികളെ, സംഘികളെ, കൊങ്ങികളെ എന്നിങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, എടാ ഒന്ന് പേപ്പറൊക്കെ എടുത്തൊന്ന് വായിക്കുക, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ പരിസരത്തൊന്ന് നോക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞവർ, +2 കഴിഞ്ഞവർ എല്ലാവരും ഇപ്പോൾ കാനഡയ്ക്കും അയർലൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ വീടും പറമ്പും വിറ്റ് അമ്മയുടെ കെട്ടുതാലി വരെ വിറ്റിട്ട് വീട് പണയം വെച്ച് എല്ലാ ചെറുപ്പക്കാരും എന്തുകൊണ്ടാണ് ഈ കാനഡയ്ക്കും ലണ്ടനിലേക്കോ അയർലൻഡിലേക്കൊക്കെ പോകണമെന്ന് പണിയെടുക്കാതെ നാട്ടുകാരെ പറ്റിച്ച്, ജനത്തിനെ പറ്റിച്ച് കിറ്റും കോപ്പൊക്കെ കൊടുത്ത് പ്രളയ ഫണ്ടിൽ നിന്ന് കട്ട്, പാലാരിട്ടം പാലത്തിൽ നിന്ന് കട്ട് ജീവിക്കുന്ന രാഷ്ട്രീയ അണികൾ സ്വന്തമായിട്ട് നിൻ്റെയൊക്കെ പരിസരത്ത്, നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അയൽവാസികൾ, മക്കൾ പഠിച്ചിട്ട് ഇവിടെ ജോലി കിട്ടാണ്ട് എങ്ങടാണ് പോകണമെന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഒന്ന് ആലോചിക്കൂ. ഒരു വർഷം 5000 തൊട്ട് 10000 കുട്ടികളാണ് ഒരു ഏജൻസിയിൽ നിന്ന് കാനഡയ്ക്ക് പോണത്. എൻ്റെ മകനും പോയി രക്ഷപ്പെട്ടതാ. അതുകൊണ്ട് കടം മേടിച്ചിട്ടാണെങ്കിലും എല്ലാം തൊട്ടിത്തരം ചെയ്യാൻ പറ്റാത്തവൻ, നാട്ടുകാരെ പറ്റിക്കാതിരിക്കാൻ, അതായത് പണിയെടുത്ത് തിന്നണവനും സത്യസന്ധമായി ജീവിക്കുന്നവനും കേരളത്തിൽ ഇനി പറ്റില്ല. കേരളത്തിൽ ഇനി പറ്റണത് സകല തൊട്ടിത്തരവും ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച് ആശുപത്രിയിൽ നിന്ന് കമ്മീഷൻ മേടിച്ച്, വെള്ളപ്പൊക്കത്തിൽ നിന്ന് കട്ട്, റേഷൻ കടയിൽ നിന്ന് കട്ട്, റോഡ് പണിയുമ്പോൾ കട്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് ഇന്ന് കേരളവും ഇന്ത്യയും ജനാധിപത്യവും നല്ലത്.
ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലം പണി തീർത്തിട്ട് 1 മാസമോ 2 മാസമോ തുറന്നു കൊടുത്തിട്ടില്ല. ആര് ചോദിക്കും? അപ്പം നമ്മുടെ അവിടുത്തെ മഹാനടന്മാർ, കൊച്ചിയിലൊക്കെ താമസിക്കണ മഹാനടന്മാർ, കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാർ വായ തുറന്ന് ചോദിക്കുമോ എന്താണ് ഈ പാലാരിട്ടം പാലം പൊളിച്ചത്, എന്തുകൊണ്ടാണ് വൈറ്റില കുണ്ടന്നൂർ പാലം തുറന്നു കൊടുക്കാത്തത് പണി തീർന്നിട്ട് ചോദിക്കുമോ? കാരണം ഇൻകം ടാക്സ് വെട്ടിച്ച് നാട്ടുകാരെ പറ്റിച്ച് പാടം നികത്തി പാറമട പൊട്ടിച്ച് ജീവിക്കുന്ന മലയാളികൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, സ്വന്തം നേതാവിൻ്റെ മൂട് താങ്ങി ജീവിക്കുന്നവനാണ് ഇന്ന് ജനാധിപത്യം നല്ലത്. അല്ലാണ്ട് എന്ത്, ഏത്, എങ്ങനെ, എപ്പോഴെന്ന് ചോദിക്കണത്, വൈ, ഹൂ, വാട്ട്, വെൻ എന്നൊക്കെ ചോദിക്കണവരോട് ഈ രാഷ്ട്രീയ സൈബർ പോരാളികൾ, ഞാൻ സൈബർ പോരാളികൾ എന്നല്ല പറയണത്, സൈബർ എരപ്പാളികൾ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവർ, മതസൗഹൃദവും തകർത്തുകൊണ്ട് അഴിമതി നടത്തി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുമാണ് നമ്മുടെ നാടിൻ്റെ ശാപം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസിന് സൗദി അറേബ്യ പോലും എല്ലാ മതവും ഒന്നാണെന്നും ദൈവസങ്കല്പങ്ങളും മതവും എല്ലാം ഒരു പരിധി ഉള്ളിൽ കൊണ്ടടക്കേണ്ടതാണ്, നമ്മുടെ ഉള്ളിൽ കൊണ്ടടക്കേണ്ടതാണ്. ഇത് കെട്ടി ആഘോഷിച്ച് കച്ചവടമാക്കുമ്പോഴാണ് അഭയ കേസും ഫ്രാങ്കോ ബിഷപ്പൊക്കെ ഇങ്ങോട്ട് ചാടി വന്നത്. നമുക്ക് ഫ്രാങ്കോമാരെ ഒന്നും ഇവിടെ ഇനി വേണ്ട, പൂതറയും കൂതറയൊന്നും വേണ്ട. നമുക്ക് ഒരു പൂത്രക്ക, ഒരു കൂതറക്ക. നമുക്ക് വേണ്ടത് സുതാര്യത. ജനമെല്ലാം അറിയട്ടെ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും, കണക്കുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, സമ്പത്ത് ജനാധിപത്യ നാട്ടിൽ അറിയണം. അത് പ്രത്യേകിച്ചും മന്ത്രിമാരുടെയും MLA മാരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും സ്വത്തുക്കൾ, അവരുടെ കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ ജനം അറിയണം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ പറയുകയാണ്, കക്ഷി രാഷ്ട്രീയവും മത ചിന്തകളും എല്ലാം നമ്മൾ നല്ലതിനായിട്ടായിരിക്കണം. രാഷ്ട്രീയവും മതവും കൂടി ചേർന്ന് നമ്മുടെ ഭാരതത്തെയും നമ്മുടെ തലമുറയും വിറ്റ് കട്ടുമുടിക്കരുത്. അതുകൊണ്ട് അന്തം കമ്മിയായാലും സംഖ്യയായാലും സുഡാപ്പികളായാലും, മിഞ്ഞാന്ന് അരൂര് നടന്ന തല്ലിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ ഇട്ടപ്പോൾ പലരും പറഞ്ഞു RSS. ഞാനത് ഷെയർ ചെയ്തു, പക്ഷെ അതിൻ്റെ അടിയിൽ ആരും RSS എന്ന് എഴുതിയേക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ച് RSS തല്ലിയാലും BJP തല്ലിയാലും കോൺഗ്രസ് തല്ലിയാലും ക്രിസ്ത്യാനി തല്ലിയാലും ഹിന്ദു തല്ലിയാലും ഒരേ ചോര, ഒരേ വേദന. ഒരമ്മക്കും അച്ഛനുമായിരിക്കും നഷ്ടം. ഭാര്യ നഷ്ടപ്പെട്ടാലും മകൻ നഷ്ടപ്പെട്ടാലും ഒക്കെ ഒരാൾ ദുഃഖിക്കാനുണ്ടാവും. അതുകൊണ്ട് തെരുവിലെ ഗുണ്ടായിസം അവസാനിപ്പിക്കണം. ഈ ക്രിസ്മസിന് എനിക്ക് തരാനുള്ള ഒരു സന്ദേശം, ഒരു അപേക്ഷ, എല്ലാവർക്കും ആ ക്രിസ്ത്യാനിയുടെ എളിമയായ പുൽക്കൂട്ടിൽ ജനിച്ച യേശുക്രിസ്തു ഒരു സങ്കല്പമായിക്കോട്ടെ. യേശുക്രിസ്തുവിൻ്റെ ആ എളിമയുള്ള ജീവിതം നയിക്കാൻ ക്രിസ്ത്യാനികൾക്കാവണം. ശ്രീരാമൻ്റെ സത്യസന്ധത ഹിന്ദുക്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. മുസ്ലിം സഹോദരന്മാർക്ക് നബിവചനങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റണം. അങ്ങനെ മതസൗഹൃദവും നന്മയുള്ള തലമുറക്കും മക്കൾക്കും സത്യസന്ധമായി ജീവിക്കാൻ പറ്റുന്ന ഒരു മണ്ണ് ഈ ഭൂമിയിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നേർന്നുകൊണ്ട് ആരോഗ്യവും നേർന്നുകൊണ്ട് ഒരു ഹാപ്പി ക്രിസ്മസ്. വിഷ് യു വെരി വെരി ഹാപ്പി ക്രിസ്മസ്. പ്ലീസ് ഡു ജസ്റ്റിസ് ആൻഡ് ജസ്റ്റിസ് വിൽ ഗിവ് പീസ് ആൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ നീതി നടപ്പാക്കാൻ ശ്രമിക്കൂ. നീതി നടപ്പാക്കിയാൽ അവിടെ സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഉണ്ടാവും. നീതികേട് കാണിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. എൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിപ്പോകാൻ നിങ്ങൾ എന്നെ വിമർശിക്കണം. എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അതീതമായി പരസ്പരം സ്നേഹിക്കുവാനും പങ്കുവെക്കാനും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് പച്ചക്ക് പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് എല്ലാം നല്ലതിനായി ആഘോഷിക്കാം. താങ്ക് യു. ബൈ ബൈ.